അമ്മ അച്ഛനെ അങ്ങനെ അങ്ങ് അവഗണിക്കേണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അവഗണിക്കേണ്ട കാര്യങ്ങൾ അവഗണിക്കണം. എത്രയെന്ന് വെച്ചാടാ ഇതെല്ലാം കണ്ടിട്ട് കണ്ടില്ല നോക്കണേ. അല്ല പക്ഷെ സത്യം പറയാല്ല, അച്ഛൻ്റെ ഒരു പ്ലാൻ കേട്ടപ്പോൾ അന്തം വിട്ടുപോയി ഞാൻ. പാവം. ആര്? അച്ഛൻ അല്ലാണ്ടാര്? പാവമല്ലെന്നാ ഇവിടെ ആരെങ്കിലും പറഞ്ഞ? ഇനി പൂച്ചയ്ക്ക് വേറെ തന്നെ പറഞ്ഞു വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഓ മാഡത്തിന്റെ ടെൻഷൻ അതായിരുന്നില്ലേ? ഇതെന്റെ തുമ്പിടെ കാര്യല്ലേ? പാറു, അപ്പൊ നീ സ്കൂളിൽ പോകുമ്പോ പൂച്ച എന്ത് ചെയ്യും? അതെനിക്ക് പേടി. അച്ഛനെങ്ങാനും എടുത്താലോ? അതേതായാലും ശരിയാ. ഈ നെഗറ്റീവ് എനർജി എടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടേ പോസിറ്റീവ് എനർജി ആക്കുമ്പോഴത്തേക്കും പൂച്ചയുടെ കാര്യത്തിൽ തീരുമാനമാവും. പറയേ, നീ ഇപ്പം ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടാ. നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ആ പൂച്ചനെ കൊണ്ട് അപ്പുറത്തോട്ട് പോ, ചെല്ല്. നിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഞാനില്ലാത്തപ്പോൾ നീ റൂമിൽ തന്നെ ഇരിക്കാവുള്ളൂ. വേറെ എവിടെയും ചുറ്റിക്കറങ്ങില്ലേ, വേറെ എവിടെയും പോയില്ലേ, റൂമിൽ തന്നെ ഇരിക്കാവുള്ളേ. എന്ത് പാറു പൂച്ച എടുത്ത് സംസാരിക്കണ? നല്ല നല്ല. അയ്യോ എന്ത് പറ്റി ചേട്ടാ? അമ്മ എവിടെടി? അമ്മ വയറുവേദന. എന്താണ് അമ്മ ഇനിയിപ്പോ വല്ല കിഡ്നി സ്റ്റോൺ വല്ലതാണോ? ചേട്ടാ കണ്ണു തുറന്ന് നോക്കേട്ടാ, അതുകൊണ്ട് അമ്മ ഇരിക്കുന്നേ. കണ്ടടി അമ്മ വേറെ നീ എന്താ കഴിച്ചേ? ഒരു വയറുവേദന കഴിയിരിക്കുന്ന മോങ്ങുവോ? നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ആ വല്ല കിഡ്നി സ്റ്റോൺ ഒക്കെ തന്നെയായിരിക്കും. എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. അച്ഛനെ പറയണേ, അച്ഛനടുത്ത് പറയണ്ടേ? അച്ഛനെ ഇങ്ങോട്ട് വിളിക്കേ. ഞാൻ ഫോൺ വിളിക്കാം. ഇവിടെ ഇല്ലേ അച്ഛൻ? ഓ വിളിക്കണേ, ഓരോ ഫോൺ വിളിക്കണ എന്തിനാ? ഫോൺ ഇവിടെ അല്ലേ റിങ് ചെയ്യണത്? മാറിയാ നോക്കേ, ഞാൻ വിളിച്ചോണ്ട് വരാം. അച്ഛനെ വിളിക്കാൻ പോട്ടെ. ആവശ്യത്തിന് വിളിച്ചാൽ കാണൂല, പിന്നെ നടക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട്. ബാലേ, ഇവിടെ മുദ്രയും പിടിച്ചിങ്ങനെ ഇതോടെ തപസ്സും ചെയ്തിട്ട് അകത്തേക്ക് വന്നേ. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാം. എനിക്കിപ്പോ സമയമൊന്നുമില്ല മെഡിറ്റേഷൻ ചെയ്യാൻ. ഒന്ന് വരണ്ട അകത്തേക്ക്. എന്തിന്? ബാലു, ആ കൊച്ചു വയറിനടുത്ത് കരയണം അവിടെ. ഏത് കൊച്ച്? കേശുവെന്നേ. ആഹാ, നേരത്തെ പൂച്ചയ്ക്കായിരുന്നല്ലോ വയറുവേദന, ഇപ്പൊ അവനായ? ഇപ്പൊ പൂച്ചക്കല്ല, അവനാ വയറുവേദന. അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പോസിറ്റീവ് എനർജി കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ പോസിറ്റീവ് എനർജി കയറ്റിക്കൊണ്ട് അവിടെ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി അങ്ങോട്ട് വന്നോണ്ട്. ടച്ച് ചെയ്യരുത്, ഫുൾ പവറാ. അത് അശുദ്ധമാക്കല്ലേ, തൊട്ട് പൊയ്ക്കോ, ഞാൻ വരാം. അമ്മ നല്ലതല്ലേ? അമ്മ അമ്മ അച്ഛൻ വന്ന് വാ, എനിക്ക് പോവാ. എവിടെ പോണം? ഹോസ്പിറ്റലിൽ പോവാ. ഞാൻ അവിടെ എനിക്ക് കൈകാര്യം ചെയ്തേ ഉള്ളൂ. മാറ് നോക്കട്ടെ. കിടക്ക് അവനൊന്ന് വാങ്ങി നിനക്കിത് കളിക്കാനുള്ള കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. മാറ്, ഞാൻ നോക്കട്ടെ. മാറ്, കിടക്ക്. ചക്ര വീക്കാണ്. പൂച്ചയുടെ ചക്ര വീക്കായില്ലേ? എവന്റെ ചക്ര വീക്കാണ് വയറ്റ്. ലച്ചു, നീ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടോ? ഇത് ശരിയാവുന്നില്ല. ബൈഡിക്കടാ. ഇടത്തില്ല, 2 മിനിറ്റ് ഞാൻ നോക്കട്ടെ. മക്കളെ ശിവ, ഒരു ഗ്ലാസ് കുറച്ച് ഉപ്പ് എടുത്തുണ്ടോ? ഉപ്പുവെള്ളം എടുത്തോണ്ട് വാ. അയ്യോ, പോകട്ടെ. വെറുതെ ആ കൊച്ചു വയറിനടുത്ത് ഒരു പരി പോകുന്നേ. ഉപ്പുവെള്ളം. അച്ഛാ ഹോസ്പിറ്റലിൽ പോവാച്ചാ. എന്തിന് ഇപ്പൊ റെഡിയാക്കി തരാം. ഇത് എന്തിനുള്ള പുറപ്പെടാണോ എന്തോ? നീ കരയും. ആദ്യം ചേട്ടന്റെ കരച്ചിൽ എടുത്തച്ചാ. അങ്ങനെ വെച്ചോ. കൈയിടെ എന്താ ഈ വെള്ളം പുറത്ത് എവിടെയെങ്കിലും ഉണ്ട് കള. കംപ്ലീറ്റ് നെഗറ്റീവ് എനർജിയാണ്. കയ്യിലൊന്നാവല്ലേ, നല്ല വീര്യം കൂടിയ സാധനമാണ്. ഫുഡ് കള. ഇപ്പം എടാ നിന്റെ വയറുവേദന ശരിക്കും മാറിയാ? മാറടേ, സീരിയസ് ആയിട്ട് മാറി. അച്ഛോയ്, അച്ഛൻ്റെ പ്രാണി ഹീലിങ്ങിനെ അച്ഛനെ ഞാൻ ഇത്രയും കുറച്ച് കണ്ടുപോയി കേട്ടാ. സോറി അച്ഛാ, ഇപ്പോഴാണ് അതിന്റെ വില എനിക്ക് മനസ്സിലായത്.
ഞങ്ങള് വിചാരിച്ച ചുമ്മാ കോമാളിത്തരം കാണിക്കുവാന്ന്. ഒട്ടും വേനയില്ലേ? ഇല്ലമ്മ, മൊത്തം മാറി. അല്ല, ഈ പ്രാണി ഹീലിങ്ങിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അച്ഛനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. നീ വിശ്വസിക്കണ്ടേ? നീ കളിയാക്കിക്കൊണ്ടെന്നില്ലേ? എല്ലാവരും പോ. ഞാനേ കുറച്ച് പോസിറ്റീവ് എനർജി സ്വീകരിക്കട്ടെ. ആ പോമ്മ, അച്ഛൻ പോസിറ്റീവ് എനർജി സ്വീകരിക്കട്ടെ. ചെല്ല്. വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? ഓവർ ഓവർ പോവരുന്നാ? പിന്നല്ലാതെ ഇത്ര നീ വലിച്ചെടുക്കണ നീ ഇടുന്നതിന് മുമ്പ് നീ കളിച്ച് നിർത്തിയില്ലേ? ഇത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ സൂപ്പറായിട്ട് അഭിനയിച്ചാണ് കേട്ടോ. നീ ഓവറടെ. ഞാൻ ഓവർ. പിന്നെ ഞാൻ മാനേജറോട് രക്ഷപ്പെട്ട് ചുമ്മാ ആദ്യം കിടന്ന് ബഹളം വെച്ചു, വല്ലാത്ത കരച്ചിലും. എങ്ങനെങ്കിലും അമ്മയെ കൊണ്ട് അച്ഛൻ്റെ കഴിവിനെ അംഗീകരിപ്പിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ വന്ന് എൻ്റെ കാല് പിടിച്ചോണ്ടല്ലേ അച്ഛൻ ഞാനത് സമ്മതിച്ചത്. പിന്നെ പൊറോട്ട ഇറച്ചി മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ചെയ്യണേ, നോക്കട്ടെ. ഇത് കാര്യം ചെയ്യ്, ഞാൻ ധ്യാനിക്കട്ടെ. നീ ആ വീഡിയോ ഇട്ട്, ധ്യാനിക്കണ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും. ഈ ഫോൺ ഉണ്ടല്ലേ, സ്വന്തമായിട്ടങ്ങ് എടുത്താൽ മതി. പൊറോട്ട ഇറച്ചി മേടിച്ചെടുത്തില്ലല്ലേ?